എപ്പോഴും ടെൻഷൻ, വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാത്തതുകൊണ്ട് വണ്ടി ഇടിച്ചോ, ആരുടെ മേത്ത് കയറ്റിയോ, മാലപാറി അങ്ങനത്തെ കഞ്ചാപ്പ് ഒരുപാട് നിയമം ഭയങ്കര സ്ട്രോങ് ആണല്ലോ. സോ അത്തരം വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ഡിഫക്റ്റ് ചെയ്ത് മാറും എന്നുള്ള ഭയം കൊണ്ട് സത്യം പറയാൻ വെച്ചാൽ ഉറങ്ങിയിട്ട് 1 വർഷമായി. സ്ത്രീയും ഒരു പുരുഷനും കൂടിയിട്ടാണ് ദിവസവും രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നിന്റെ ബലമായിട്ടുള്ള സംശയം എന്താ? അവർ നമ്മുടെ അതേ നമ്പർ പ്ലേറ്റ് വെച്ച് ഓടുന്നു എന്നാണോ? അതെ, അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ സ്ക്രാപ്പിൽ നിന്ന് അത്തരം വണ്ടികൾ സെക്കൻഡ്സ് ഇനിയിപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ എടുത്തിട്ട് സെക്കൻഡ്സ് പിള്ളേരാണല്ലോ, അപ്പോൾ അവരെടുത്തിട്ട് ഓടിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെ കിട്ടും? അത് ഇതിപ്പോൾ ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണോ, ഇവർക്കും പുറകെ വലിയൊരു മാഫിയോ ഇതേപോലെ വണ്ടി നമ്പർ ആളുകൾ വെച്ച് കളിക്കുന്ന ടീമുകളുണ്ടോ നമുക്കറിയില്ല. അതായത് നമുക്കും ഈ ഒരു അവസ്ഥ വന്ന് നാളെ മറ്റൊരാൾക്ക് വരരുത് നമ്മൾ ആഗ്രഹിക്കണം. കാരണം സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഫൈനാണ്. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫൈനാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒരു കണക്കില്ലാത്ത രൂപത്തിലായിട്ടുണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സുഹൃത്തുക്കളുടെ വണ്ടി, 2 സുഹൃത്തുക്കളല്ല, ഒരാളുടെ വണ്ടി. പക്ഷേ ഈ 2 സുഹൃത്തുക്കളാണ് 1 വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടാത്ത വാതിലുകളില്ല എന്ന് പറയില്ലേ, അതായത് ഇനി ഏതൊക്കെ വാതിലുകളുണ്ടോ അവിടെയൊക്കെ മുട്ടി ലാസ്റ്റ് ഇവർ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ. വിഷയം എത്ര ഉള്ളൂ, ഒരേ നമ്പർ പ്ലേറ്റിൽ 2 വണ്ടി ഓടുന്നു. ഏതോ ഒരു വ്യക്തി ഇതേ നമ്പർ പ്ലേറ്റിൽ ഓടിയിട്ടുള്ളതാണ് ഈ കാണുന്ന ഫൈന് ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കില്ല. ഫോട്ടോ അടക്കം ഇവിടെ ഉണ്ട് കേട്ടോ, തെളിവ് ഫുള്ളുണ്ട്. ഇതുമായി ഇവർ കയറാത്ത വാതിലുകളില്ല. ഈ കാണുന്ന അപേക്ഷകളാണ്. ഈ വണ്ടി ഓടുന്നത് കോഴിക്കോടാണ് വണ്ടി ഓടുന്നത്, മലപ്പുറം ഭാഗത്താണ്. ഈ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആ വീടുകളിലെ സുഹൃത്തുക്കളാണ് കേട്ടോ ഇവർ. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ വണ്ടിയാണിത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവരെന്നായിട്ട് ഇങ്ങനെ പറയാണ്, ഇതെന്താണ് ചെയ്യാൻ പറ്റുക, ഞങ്ങളിത് അങ്ങനെ 1 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യാന്നറിയില്ല. എത്ര ഫൈൻ വന്നിട്ടുള്ള പേപ്പറുണ്ട് ഇതിൽ? ഇത് മൊത്തം 27 ചെല്ലാനാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിലോട്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഡെയിലി വരികയാണ്, അന്ന് എൻ്റെ പേര് കത്തുണ്ട്, തുറന്നു നോക്കുന്നതൊക്കെ ഈ ഫൈനാണ്. ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലായി ഈ നമ്മുടെ വണ്ടിയുടെ ഫൈനാണല്ലോ എന്നുള്ളത്. വണ്ടി മുറ്റത്ത് കിടക്കുക. നോക്കുമ്പോൾ നമുക്ക് ഒരു പരിചയം നമ്മുടെ കുടുംബത്തിൽ നിന്നല്ല, നമ്മുടെ ഏരിയയിലെ പോലും കാണാത്ത ആളുകളാണ് ഈ രാത്രി സമയങ്ങളിലും. ഒരു ആണും പെണ്ണും നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഒരു 11 to 2 മണിക്കുള്ള ഗ്യാപ്പിൽ മറ്റേ തോന്നുന്നു ഹെൽമെറ്റ് ഇറങ്ങണത്. പോസ്റ്റ് ഓഫീസർ ചോദിച്ച ചോദ്യം എന്താ പറഞ്ഞ വീട്ടില്, അതായത് നിങ്ങൾ മറ്റേ എന്തെങ്കിലും ഫ്രോഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പുണ്ടോ, വീട്ടിൽ വിളിച്ച് നോക്കി. നമ്മുടെ ഫാമിലി കുറച്ച് മാമാര് ലൈക്ക് അങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ മോനക്ക് ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട് ഫൈന്, എന്താ സംഭവം, മോൻ എന്താ പരിപാടി. അപ്പം നമ്മുടെ ഇമേജ് മൊത്തത്തിൽ ഇതിൽ കാണുന്നത് ഫുള്ള് ഫൈനാണ്. അങ്ങോട്ടേക്ക് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അതൊക്കെ ഫൈനാണ്. അപ്പോൾ ആ ടോട്ടൽ എത്ര രൂപയുടെ ഫൈൻ ഉണ്ട് ഇപ്പോൾ നോക്കി നോക്കിയിരുന്നോ? ലാസ്റ്റ് നോക്കിയത് 27,000 സംതിങ് രൂപ. 27,000 സംതിങ്. എപ്പോൾ നോക്കിയേ? അതുപോലെ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ മാതിരി ജൂലൈ 7. നിങ്ങൾ എവിടെയൊക്കെ പോയി പേപ്പറായിട്ട് ഇത് എൻ്റെ വണ്ടിയല്ല സാറേ എന്ന് പറഞ്ഞ് എവിടെയൊക്കെ പോയി? ആദ്യം ഞങ്ങളിത് ചില മൊത്തം വന്നപ്പോൾ ഞങ്ങൾ തീരുമാനത്തിലെത്തി, ഞങ്ങൾ കാര്യം ചെയ്യാം, നമുക്കിത് നമ്മുടെ നിയറസ്റ്റ് RTO അല്ലെങ്കിൽ നമ്മുടെ മദർ RTO നിലയ്ക്ക് വടക്കാഞ്ചേരി RTO അന്വേഷിച്ചു. അവിടെ 1 മിസ്റ്റർ ജോയിൻ RTO ആസിഫ് എന്ന് പറയും. പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചു. നമ്മുടെ ഒരു ഏജന്റ് ഫസലുക്കാന്ന് പറയും. പുള്ളിയും കൂട്ടിയിട്ട് നമ്മളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് പുള്ളിയും കൊണ്ടുപോയിട്ട് സംസാരിപ്പിച്ചു. പുള്ളിനും അവിടെ ഇൻസൾട്ട് ചെയ്തിട്ട് മാറ്റി. ഞങ്ങൾ പറഞ്ഞത് പരാജയം സ്വീകരിക്കാം, പക്ഷെ അന്വേഷിക്കാൻ പറ്റില്ലാണ്. അഫ്സൽ അലി പറഞ്ഞിട്ടുള്ള ഇതിപ്പോ സുഹൃത്തുക്കൾ എത്ര ഉള്ളൂ. ഇത് നമ്മളെല്ലാവരും വിചാരിച്ച ഇവരുടെ ഈ പ്രശ്നം തീരും. കാരണം ഇതിൽ വ്യക്തമായിട്ട് ഫോട്ടോസ് ഉണ്ട്. ആരാണ് വണ്ടി ഓടിച്ചെന്നുള്ള ഫോട്ടോ വ്യക്തമായിട്ട് ഇതിലുണ്ട്. ഞാനിതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികവും കോഴിക്കോട് ആണ് കാണാനുള്ളത്, അതും രാത്രിയിലാണ് അല്ലേ? രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ ഇവർ പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ആ വ്യക്തി തന്നെ ബാക്കിൽ വേറൊരു സ്ത്രീയാണ്, ഇതിൽ വേറെ സ്ത്രീയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്ത്രീയാണ്. അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് ഇവിടെ മുഖം പൊത്തിയിട്ടൊരു സ്ത്രീ പോകുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്ത്രീ ആയിട്ട് തോന്നുന്നു, അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ ചിലപ്പോൾ ഒക്കെ അറിയുന്ന ആളുകളായിരിക്കാം. ഇവിടെ ആ വ്യക്തി തന്നെയാണ്, കണ്ണട വെച്ചിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ കാണാം, ഇതിൽ വേറെ സ്ത്രീ. അങ്ങനെ സ്ത്രീയും ഒരു പുരുഷനും കൂടിയിട്ടാണ് ദിവസവും രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ടോ നോക്കിയേ, എത്ര ഫൈനാ നോക്കി. ഇത് ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ വരുമായിരുന്നോ? നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിനൊക്കെ പറയാ. ഇങ്ങോട്ട് നോക്കിയതാണ്ടാ, മുഖം പൊത്തിയിട്ട് ഒരാൾ പോകുന്നു,
അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാം, ഇവിടെ കാണാം. ഇതിൽ വ്യക്തമായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇതിൽ കാണിക്കാട്ടോ, കാരണം ഇവരൊന്ന് രക്ഷപ്പെടുത്തേണ്ടത്. കാരണം ഒരു വർഷമായിട്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ലേ, ഇതിങ്ങനെ എടുത്ത കഴിയില്ല, അത്രമാത്രം ഉണ്ട്. ഇതൊക്കെ ഇതേമാതിരി കുറേ ഉണ്ട്. ഇവർ കൊടുത്ത കംപ്ലൈൻ്റ് ആണ്. ഈ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു, കോഴിക്കോട് ചെവ്വായൂർ RT ഓഫീസിൽ നിന്ന് ഞാൻ ഫസ്റ്റ് പരാതിപ്പെടാൻ പോയത്. അദ്ദേഹം ആദ്യം മാന്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അന്ന് ജോയിൻ RT ആയിരുന്നു. പുള്ളി പറഞ്ഞു ഞങ്ങൾ പരാതി സ്വീകരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. ചിലപ്പോൾ ഇത് വലിയ മാഫിയ ആവാം, ചിലപ്പോൾ പിള്ളേരാവാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെ ആവാൻ പറഞ്ഞു. സാറെ പൊന്നു സാർ ഞങ്ങളുടെ വീട്ടിൽ സാർ വായോ, വണ്ടി ഞങ്ങൾ കാണിച്ചു തരാം. ഫൈൻ വന്ന ആ ഒരു പേപ്പറിലെ ഫോട്ടോ ശരിക്കും ഈ കളറല്ല അല്ലേ, കളർ വ്യത്യാസം ഉണ്ടാവും? ചെറിയ രീതിയിൽ വ്യത്യാസം. ഇത് ഗ്ലോസിയാണ്, അവർ ഉപയോഗിക്കുന്നത് മാറ്റ് ആയിട്ടുള്ള നീലയാണ് എന്നാണ് തോന്നുന്നത് അല്ലേ. ഇത് ശരിക്കും ഏതാ വണ്ടി? ഇത് ആക്സസ് 125cc ആണ്. വണ്ടി ഒന്നാണ്, കളർ ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ. KL48P7673 എന്നാണ് ഇവരുടെ ഒരു വണ്ടി നമ്പർ. അപ്പം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നമ്പറും നമുക്ക് കാണാം, വ്യക്തികളും വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിന് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ നീളനെയാണ്, ഇത് നോക്കിയേ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രില്ല് കാണാം. ഇവിടെ എന്താ പറയുക, ഡിസ്ക് വീലാണ്, പക്ഷേ ഇതൊന്നും ഡിസ്ക് വീലല്ല. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു ഫ്രെയിമൊന്നും കാണാനില്ല. അതുപോലെ തന്നെ ഇതാ ഇവിടെ ആ മിറർ ഇത് ഈ രൂപത്തിലാണ്, ഇത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് വണ്ടി, ഇതാണ് വ്യക്തികളെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പം തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ച് ഇവരെ രക്ഷപ്പെടുത്തണം. കാരണം നിങ്ങളും ഇതുപോലൊക്കെ കുടുങ്ങും. ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഇവരും അടുത്ത നമ്പർ പ്ലേറ്റ് ആയിട്ട് ഇറങ്ങില്ലേ. ഒരു വർഷത്തോളമായില്ലേ, നടക്കുക. ഏതൊക്കെ വാതിലും മുട്ടിയാന്ന് പറഞ്ഞേ? ഞങ്ങൾ കോഴിക്കോട് ഫാറൂഖ് സ്റ്റേഷൻ, കൊണ്ടോട്ടി സ്റ്റേഷൻ കൺട്രോൾ റൂം, കോഴിക്കോട് മെയിൻ കൺട്രോൾ റൂം, ചൊവ്വര RTO, കൊണ്ടോട്ടി RTO, ഇവിടെ എല്ലായിടത്തും മൊത്തത്തിൽ ഇറങ്ങി. ഒരാളും സ്റ്റേഷൻ ഒരു ടീം കൊണ്ടോട്ടി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞങ്ങൾ പരാതി സ്വീകരിക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ രാത്രി ആകുമ്പോൾ വന്നിറങ്ങി പിടിച്ചോളി എന്ന് പറഞ്ഞു. ഞങ്ങളോട് പിടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഇപ്പോൾ കഴിയാറായി, റീസൺ 10 ദിവസം കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അത് പുതുക്കണമെങ്കിൽ പോലും ഇത് ശരിയാക്കാണ്ട് ഒരു വഴിയില്ല എന്നാണ് അറിഞ്ഞു കേൾക്കുന്നത്. 2-3 ഫൈൻ 25,000 അടച്ചാലുള്ള രൂപത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. അതെ അതെ. അപ്പം ഇനി എപ്പോഴാണ് ഇത് ബ്ലാക്ക് ലിസ്റ്റ് ആവുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, നിന്റെ ബലമായിട്ടുള്ള സംശയം എന്താ? അവർ നമ്മുടെ അതേ നമ്പർ പ്ലേറ്റ് വെച്ച് ഓടുന്നു എന്നാണോ? അതെ, അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി സ്ക്രാപ്പിൽ നിന്ന് അത്തരം വണ്ടികൾ സെക്കൻഡ്സ്, ഇനിയിപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ എടുത്തിട്ട് സെക്കൻഡ്സ് പിള്ളേരാണല്ലോ, അപ്പോൾ അവരെടുത്തിട്ട് ഓടിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെ? അത് ഇതിപ്പോൾ ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണോ, ഇവർക്കും പുറകെ വലിയൊരു മാഫിയോ ഇതേപോലെ വണ്ടി നമ്പർ ആളുകൾ വെച്ച് കളിക്കുന്ന ടീമുകളുണ്ടോ നമുക്കറിയില്ല. ഇതിപ്പോ എന്താ സംഭവിച്ചെങ്കിലും സുഹൃത്തുക്കൾ എന്തായാലും ഇവർ സപ്പോർട്ട് ചെയ്തേ പറ്റൂട്ടോ. കാരണം ഇവരുടെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഒന്ന് നമ്മുടെ ചുമതലയാണ്. പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, നിയമത്തെ വെല്ലുവിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി ഈ വണ്ടി ഇവർ കൊണ്ടുപോയി എവിടെയെങ്കിലും ആക്സിഡന്റ് ആയിട്ട് വല്ല ഇതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും അവിടെ ഗോൾഡ് മാല പൊട്ടിച്ച് ഇങ്ങനെയുള്ള പല കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ കഞ്ചാവ് കേസ് അല്ലെങ്കിൽ പല മയക്കുമരുന്നുകളും കടത്തുന്ന കേസ്, ഇതൊക്കെ ഇതിൽ വെച്ച് എവിടെ ഇട്ട് പോയാൽ നിങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരാണ് കൊടുക്കുന്നത് സുഹൃത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെയൊക്കെ ഇതിൽ വന്ന ഓരോ ഫോട്ടോസും ഇതിൽ ഇടുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഇടാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടും ഇവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതുമായിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് ഇവരുടെ ഫോട്ടോസ് ഇടുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ അറിയുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തവർ ഓരോരുത്തരും നമുക്ക് ഇവരുടെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായിട്ട് എന്തെങ്കിലും പറയാണ്ട് ഈ കാണുന്നവരോട്? അതായത് നമുക്കും ഈ ഒരവസ്ഥ വന്ന് നാളെ മറ്റൊരാൾക്ക് വരരുത് നമ്മൾ ആഗ്രഹിക്കണം. കാരണം ഒരു വർഷമായിട്ട് ഇതിന് പിന്നാലെ ഓടുന്നത്, നമ്മളിപ്പോൾ കോഴിക്കോട് പോകുന്നു, വരുന്നു, വണ്ടി എടുത്ത് പോകുന്നു, കാർ എടുത്ത് പോകുന്നു, ട്രെയിൻ എടുത്ത് പോകുന്നു, നമ്മുടെ സമയം ജോലി ലീവ് എടുത്ത് പോകുന്നു, ഫാമിലിക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ മാതിരി എപ്പോഴും ടെൻഷൻ, വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാത്തതുകൊണ്ട് വണ്ടി ഇടിച്ചോ, ആരുടെ മേത്ത് കയറ്റിയോ, മാലബാറി അങ്ങനത്തെ കഞ്ചാപ്പ്, ഒരുപാട് നിയമം ഭയങ്കര സ്ട്രോങ് ആണല്ലോ. സോ അത്തരം വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ഡിഫക്റ്റ് ചെയ്ത് മാറും എന്നുള്ള ഭയം കൊണ്ട് സത്യം പറയാൻ വെച്ചാൽ ഉറങ്ങിട്ടൊരു വർഷമായി. ശരിക്കും ഞാൻ പറയട്ടെ, വളരെ സാധാരണത്തോട് കൂടിയിട്ട് പറയുന്നത്. കാരണം കുടുംബം നോക്കുന്ന പയ്യനാണ്, നമ്മൾ അറിയുന്ന പയ്യനാണ്. ഇതിൽ ഫോട്ടോ സഹിതം ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിഷമിക്കണ്ട, എല്ലാം സെറ്റാവും. ഇത് നമ്മൾ ഒരു മണിക്കൂറിനോട് പിടിക്കും, ഒന്നും പഠിക്കണം. കാരണം ഫോട്ടോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കില്ലേ, ഒരു കുഴപ്പമില്ല. ഈ നാട്ടുകാർ ആരെങ്കിലും അറിയിക്കാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് കിടന്നുറങ്ങാം.